വായിച്ചുള്ള അറിവാണ്. ശരിയാണോ എന്നൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല. ഈ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ അന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ. അന്ന് മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന് ആരും വിലയിരുത്തപ്പെട്ടെന്ന ഒന്നായിരുന്നില്ല. അപ്രതീക്ഷിതമായാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ആ പദവിക്ക് അദ്ദേഹത്തെ പോലെ അനുയോജ്യനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. അദ്ദേഹം ഈ UPAയോട് പറഞ്ഞ ഒന്ന്, തൻ്റെ പദ്ധതികൾ, തൻ്റെ വികസന പദ്ധതികൾ, അത്തരം പദ്ധതികളൊന്നും തന്നെ തൻ്റെ പേരിൽ അറിയപ്പെടേണ്ടതില്ല. സർക്കാർ ഏതാണോ ആ സർക്കാരിൻ്റെ ലേബലിൽ മാത്രമേ അറിയപ്പെടേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായി വായിച്ചുള്ള അറിവുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ ലേബൽ ഏതൊരു പദ്ധതിയാണോ, അതിപ്പോൾ ഒരു MLA ആകട്ടെ, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ ആകട്ടെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകട്ടെ, എവിടെയും ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും സ്വന്തം ലേബൽ ഉണ്ടാകണം, എൻ്റെ ലേബലിലായിരിക്കണം ആ പദ്ധതി അറിയപ്പെടേണ്ടത് എന്ന ഒരു വാശി പ്രകടമാക്കാറുണ്ട്. പക്ഷേ അവിടെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്, തൻ്റെ പദ്ധതികൾ തൻ്റെ പേരിൽ അറിയപ്പെടേണ്ടതില്ല, സർക്കാരിൻ്റെ പദ്ധതികൾ എന്ന നിലയിലാണ് അറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞതായുള്ള അറിവ്. വാസ്തവമാണ് നിങ്ങൾ കേട്ടത്. സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവ്സ് മാത്രമല്ല, ഓരോ മിനിസ്ട്രിയുടെയും പലപ്പോഴും പല തീരുമാനങ്ങൾ, ഓരോ മിനിസ്ട്രിക്ക് വേണ്ട ഐഡിയാസും ഞങ്ങൾ പ്രധാനമന്ത്രി ഓഫീസിലിരുന്നാണ് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ എപ്പോഴും അദ്ദേഹം പറയും അത്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പ്രസ് റിലീസ് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും മീഡിയയായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ഞാനും പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, സാർ നമുക്ക് ക്രെഡിറ്റ്, അത് പ്രധാനമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ സാറാണെങ്കിലും പറയും, നോ, വി ഡോണ്ട് നീഡ് എനി ക്രെഡിറ്റ്, ദ ക്രെഡിറ്റ് ഷുഡ് ഗോസ് ടു ദ മിനിസ്ട്രി അല്ലെങ്കിൽ മിനിസ്റ്റർ. ആ ഒരു മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ കൊടുക്കാനുള്ള, മന്ത്രാലയത്തിനോ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാനേ അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിന് ക്രെഡിറ്റ് വേണമെന്ന് ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ്. എന്ന് കിട്ടും നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ? ഒരു ക്രെഡിറ്റ് വേണ്ടാത്ത, ഒരു PR വേണ്ടാത്ത ഒരു മനുഷ്യൻ, സെൽഫ്ലെസ്സായി രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി. ഇത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ പറയാമല്ലോ, എൻ്റെ ഫുൾ ടെന്യൂറിൽ ഒരിക്കൽ പോലും ഒരു തെറ്റായ ഒരു തീരുമാനം എടുക്കാൻ ഒരിക്കലും എനിക്കൊരു പ്രഷർ ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒരു തെറ്റായ ഒരു പ്രൊജക്ഷൻ ചെയ്യാനും പറഞ്ഞിട്ടില്ല. ഉള്ളത് മാത്രം ചെയ്യുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനോട് നായർ സാറും എന്നോട് TK നായർ സാറും പലപ്പോഴും എംഫസൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല തീരുമാനം എടുക്കുമ്പോഴും നമുക്ക് സങ്കോചത്തിലാകുമ്പോൾ തിങ്ക് അബൌട്ട് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ. ദരിദ്രനായിട്ടുള്ളൊരു ഗാന്ധിജിയുടെ താലിസ്മാനാണ് ഇത്. ഈ രണ്ട് മനുഷ്യരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നമ്മളാർക്കും നമ്മുടേതായ ആഗ്രഹം വേണ്ട, ഒരു പാർട്ടിക്കും ബെനിഫിറ്റ് വേണ്ട. തിങ്ക് അബൌട്ട് ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ. എന്ന് കിട്ടും നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ? സമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ രാജ്യത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ, ഈ രാജ്യത്തിന് വേണ്ടി മാത്രം, ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി വേണം എന്ന് നാട്ടുകാർ ചിന്തിക്കില്ലേ? അതാണ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അത് സംസ്ഥാനത്തിലായാലും നമ്മുടെ ലോവർ ഗവൺമെൻറ്റിലാണെങ്കിലും, പഞ്ചായത്ത് മുതൽ മുനിസിപ്പാലിറ്റി മുതൽ കോർപ്പറേഷൻ മുതൽ സംസ്ഥാനം മുതൽ രാജ്യം വരെ എല്ലായിടത്തും നാട്ടുകാർ ചിന്തിച്ചു തുടങ്ങുന്ന ഇതാണ്, ഞങ്ങൾക്ക് ഇതേപോലൊരു രാഷ്ട്രീയം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഓൾട്ടർനേറ്റീവ് രാഷ്ട്രീയത്തിൻ്റെ, ഒരു ക്ലീൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉസ്താദാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. യെസ്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം. നമ്മൾ പലപ്പോഴും ഈ സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സാമൂഹ്യ സുരക്ഷയ്ക്ക് അദ്ദേഹം നൽകിയിരുന്ന പ്രാധാന്യം, അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണല്ലോ. ഇപ്പോഴും ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിസ്ഥാന രേഖയായി ഉപയോഗിക്കുന്നത് ആധാർ കാർഡാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോൺ, അതിൽ സിം കാർഡ് എടുക്കണമെങ്കിൽ നമുക്ക് ആധാർ കാർഡ് വേണം. നമ്മളൊരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് ആധാർ കാർഡ് വേണം. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുന്ന സംവിധാനം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഇന്ത്യക്കാരൻ്റെ ഐഡന്റിറ്റി എന്നത് ആധാർ എന്നതായി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു ബയോമെട്രിക് ഐഡന്റിറ്റി ഉണ്ടാകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഡിജിറ്റൽ വിപ്ലവമൊക്കെ ഇത്രത്തോളം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ആധാർ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. അന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നമ്മുടെ ഡേറ്റകൾ ചോരുന്നു, നമ്മുടെ വിവരങ്ങൾ ചോരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഒരു സംവിധാനമില്ലാതെ നമ്മളെപ്പോലുള്ള ഒരു രാജ്യത്തിന്, ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ ക്രയവിക്രയങ്ങൾ സുഗമമാകേണ്ടതുണ്ട്.
അതിന് പല ഡോക്യുമെന്റുകൾ എന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ, ഭരണതലത്തിൽ, സർക്കാർ തലത്തിൽ ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് ലഘൂകരിക്കാനുള്ള ഒരു സംവിധാനം, അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അതിപ്പോഴും അംഗീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അധികമൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് ഒരു കൺവെൻഷണൽ രാഷ്ട്രീയത്തിലുള്ളതല്ല. അദ്ദേഹം പോളിസി എക്സ്പേർട്സിനെ, ടെക്നിക്കൽ എക്സ്പേർട്സിനെ അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇപ്പം ഞാനും നന്ദൻ നീലേക്കനി എന്നുള്ളത്, ഞാനോ നന്ദൻ നീലേക്കനോ കൺവെൻഷണൽ ബ്യൂറോക്രാറ്റ്സ് അല്ല. ഞങ്ങളുടെ ഫീൽഡിൽ എൻ്റെ PhD ലീഡർഷിപ്പ് സ്ട്രാറ്റജിയിലും പബ്ലിക് പോളിസിയിലാണ്. അപ്പോൾ നന്ദൻ നീലേക്കനി എന്ന് പറഞ്ഞതൊരു ടെക്നോളജി ഏരിയയിൽ ഒരു വലിയൊരു ജയൻ്റാണ്. അദ്ദേഹത്തെ ഗവൺമെൻറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക, പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറെ കൊണ്ടുവന്ന ഒരു ആധാർ എന്നുള്ളൊരു പരിപാടി. നമുക്ക് ഐഡൻറ്റിറ്റി ഇല്ലായിരുന്നു പലർക്കും.